ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജോഗ്രഫിയിലെ 2ാം അധ്യായമായ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സ്റ്റുഡൻസ് ഗൈഡറിൻ്റെ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠഭാഗത്തിലെ PSC ക്വസ്റ്റ്യൻസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. 2, അന്തരീക്ഷമർദ്ദത്തിൻ്റെ അന്താരാഷ്ട്ര അളവുകോൽ അഥവാ യൂണിറ്റ് ഏതാണ്? മില്ലിബാർ MB എന്നതാണ് അതിൻ്റെ ഷോർട്ട്, അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ HPA ഇതാണ് അതിൻ്റെ ഷോർട്ട്. ഒന്നുകൂടി നോക്കാം. അന്തരീക്ഷമർദ്ദത്തിൻ്റെ അന്താരാഷ്ട്ര അളവുകോൽ അഥവാ യൂണിറ്റ് ഏതാണ്? മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. 3, സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷമർദ്ദം എത്രയാണ്? ആൻസർ 1013.2 MB അല്ലെങ്കിൽ 1013.2 HPA. ഒന്നുകൂടി നോക്കാം. സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷമർദ്ദം എത്രയാണ്? 1013.2 MB അല്ലെങ്കിൽ 1013.2 HPA. 4, അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപനില, ഉയരം, ആർദ്രത, ജലബാഷ്പത്തിൻ്റെ അളവ്. ഒന്നുകൂടി നോക്കാം. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് താപനില, ഉയരം, ആർദ്രത, ജലബാഷ്പത്തിൻ്റെ അളവ്. 5, താപനിലയും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണ്? എതിർ അനുപാതത്തിലാണ്. താപനില കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. 4, താപനിലയും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ എതിർ അനുപാതത്തിലാണ്. താപനില കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. താപനിലയും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധം എതിർ അനുപാതത്തിലാണ്. താപനില കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. 6, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഓരോ 10 മീറ്റർ ഉയരുമ്പോഴും 1 MB വീതം കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഓരോ 10 മീറ്റർ ഉയരുമ്പോഴും 1 MB വീതം കുറയുന്നു. 7, ഈർപ്പമുള്ള വായുവിന് വരണ്ട വായുവിനേക്കാൾ മർദ്ദം കുറവായിരിക്കാൻ കാരണമെന്ത്? ജലബാഷ്പത്തിന് വായുവിനേക്കാൾ ഭാരം കുറവായതിനാൽ. ഈർപ്പമുള്ള വായുവിന് വരണ്ട വായുവിനേക്കാൾ മർദ്ദം കുറവായിരിക്കാൻ കാരണം ജലബാഷ്പത്തിന് വായുവിനേക്കാൾ ഭാരം കുറവായതിനാലാണ്. 8, ഭൂപടത്തിൽ തുല്യമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഭാവനാത്മക രേഖകൾ അറിയപ്പെടുന്നത് എങ്ങനെ? സമഭാര രേഖകൾ. ഭൂപടത്തിൽ തുല്യമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഭാവനാത്മക രേഖകൾ അറിയപ്പെടുന്ന പേരാണ് സമഭാര രേഖകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. 9, ഭൂമിയിൽ ആകെ എത്ര മർദ്ദമേഖലകളാണ് ഉള്ളത്? 7 മർദ്ദമേഖലകൾ. ഭൂമിയിൽ ആകെ 7 മർദ്ദമേഖലകളാണ് ഉള്ളത്. 10, ഡോൾ ഡ്രംസ് അല്ലെങ്കിൽ ശാന്തമേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണ്? സമഭാജക ന്യൂനമർദ്ദ മേഖല അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് 5 ഡിഗ്രി വടക്ക് മുതൽ 5 ഡിഗ്രി തെക്ക് വരെ. ഒന്നുകൂടി നോക്കാം. ഡോൾ ഡ്രംസ് അല്ലെങ്കിൽ ശാന്തമേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏതാണ്? സമഭാജക ന്യൂനമർദ്ദ മേഖല. ഇതറിയപ്പെടുന്ന പേരാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അത് 5 ഡിഗ്രി വടക്ക് മുതൽ 5 ഡിഗ്രി തെക്ക് വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. 11, സമഭാജക ന്യൂനമർദ്ദ മേഖലയിൽ അനുഭൂതല കാറ്റുകൾ അഥവാ ഹൊറിസോണ്ടൽ വിൻസ് ഇല്ലാത്തതിന് കാരണമെന്ത്? ഇവിടെ വായു ചൂട് പിടിച്ച് ലംബമായിട്ട് ഉയരുന്നതിനാലാണ്. സമഭാജക ന്യൂനമർദ്ദ മേഖലയിൽ അനുഭൂതല കാറ്റുകൾ അഥവാ ഹൊറിസോണ്ടൽ വിൻസ് ഇല്ലാത്തതിന് കാരണം ഇവിടെ വായു ചൂട് പിടിച്ച് ലംബമായി ഉയരുന്നതിനാലാണ്. 12, അശ്വ അക്ഷാംശങ്ങൾ അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്ന മർദ്ദമേഖലകൾ ഏവ? ഉപോഷ്ണ മേഖല ഉയർന്ന മർദ്ദമേഖലകൾ അഥവാ ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലകൾ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്. ഇത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്നു. ഒന്നുകൂടി നോക്കാം.
അക്ഷാംശങ്ങൾ അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്ന മർദ്ദമേഖലകൾ ഏവ എന്ന് നോക്കാം. ഉപോഷ്ണ മേഖല ഉയർന്ന മർദ്ദമേഖലകൾ അഥവാ ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലകൾ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ്. ഇവ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്നു. 13. ഭൂമിയുടെ ഭ്രമണം കാരണം രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലകൾ ഏവ? ആൻസർ നോക്കാം. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്. ഇത് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്നു. ഒന്നുകൂടി നോക്കാം. ഭൂമിയുടെ ഭ്രമണം കാരണം രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലകളാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്. ഇത് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്നു. 14. താപനിലയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന മർദ്ദമേഖലകൾ ഏവ? ആൻസർ സമപാചക ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉയർന്ന മർദ്ദമേഖലകൾ. താപനിലയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന മർദ്ദമേഖലകളാണ് സമപാചക ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. 15. ഉയർന്ന മർദ്ദമേഖലയിൽ നിന്ന് കുറഞ്ഞ മർദ്ദമേഖലയിലേക്ക് വായു തിരശ്ചീനമായി സഞ്ചരിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? കാറ്റ് അഥവാ വിൻഡ്. ഉയർന്ന മർദ്ദമേഖലയിൽ നിന്ന് കുറഞ്ഞ മർദ്ദമേഖലയിലേക്ക് വായു തിരശ്ചീനമായി സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കാറ്റ്. ഇത് വേറൊരു രീതിയിലും പറയും. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായു തിരശ്ചീനമായി സഞ്ചരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കാറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 16. ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വായുവിന് ഉണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ എന്താണ് വിളിക്കുന്നത്? കോറിയോലിസ് പ്രഭാവം അഥവാ കോറിയോലിസ് എഫക്റ്റ്. ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വായുവിന് ഉണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ വിളിക്കുന്ന പേരാണ് കോറിയോലിസ് പ്രഭാവം അഥവാ കോറിയോലിസ് എഫക്റ്റ്. 17. കോറിയോലിസ് ബലം കണ്ടെത്തിയത് ആരാണ്? ഗസ്റ്റാഫ് ഗാഡ് കോറിയോലിസ് 1835 കണ്ടെത്തിയത്. കോറിയോലിസ് ബലം കണ്ടെത്തിയത് ഗസ്റ്റാഫ് ഗാഡ് കോറിയോലിസ്. കണ്ടെത്തിയ വർഷം 1835. 18. കോറിയോലിസ് പ്രഭാവം കാരണം കാറ്റുകൾ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും തിരിഞ്ഞ് സഞ്ചരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിയമം ഏതാണ്? ഫെറലിൻ്റെ നിയമം അഥവാ ഫെറൽസ് ലോ. കോറിയോലിസ് പ്രഭാവം കാരണം കാറ്റുകൾ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും തിരിഞ്ഞു സഞ്ചരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിയമമാണ് ഫെറലിൻ്റെ നിയമം അഥവാ ഫെറൽസ് ലോ. 19. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിൽ. സമപാചക രേഖയിൽ കോറിയോലിസ് ബലം 0. ഒന്നുകൂടി നോക്കാം. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. സമപാചക രേഖകളിൽ അഥവാ അതായത് ഭൂമധ്യ രേഖയിൽ കോറിയോലിസ് ബലം 0. 20. കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ. കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. 22. വർഷം മുഴുവൻ ഒരു പ്രത്യേക ദിശയിൽ വീശുന്ന കാറ്റുകളെ എങ്ങനെ വിളിക്കുന്നു? ആഗോളവാദങ്ങൾ. വർഷം മുഴുവൻ ഒരു പ്രത്യേക ദിശയിൽ വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ആഗോളവാദങ്ങൾ. 23. പ്രധാനപ്പെട്ട 3 ആഗോളവാദങ്ങൾ ഏതെല്ലാമാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൗരസ്ത്യവാദങ്ങൾ. ഒന്നുകൂടി നോക്കാം. പ്രധാനപ്പെട്ട 3 ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൗരസ്ത്യവാദങ്ങൾ. 24. ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് സമപാചക ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ ഏവ? വാണിജ്യവാദങ്ങൾ. ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് സമപാചക ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. 25. ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. 26.
ദക്ഷിണാർദ്ധഗോളത്തിലെ കടൽ പ്രദേശങ്ങളിൽ ശക്തമായി വീശുന്ന പശ്ചിമവാതങ്ങളെ അക്ഷാംശ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന പേരുകൾ ഏവ? 40 ഡിഗ്രി തെക്ക് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ഗർജിക്കുന്ന 40-കൾ അഥവാ റോയറിംഗ് 40s. 50 ഡിഗ്രി തെക്ക് വീശുന്ന കാറ്റുകളെ ക്രുദ്ധമായ 50-കൾ അഥവാ ഫ്യൂരിയസ് 50s. 60 ഡിഗ്രി തെക്കിൽ വീശുന്ന കാറ്റുകളെ സീൽക്കാരം ചെയ്യുന്ന 60-കൾ അഥവാ സ്ക്രീമിംഗ് അല്ലെങ്കിൽ ഷ്രീക്കിംഗ് 60s എന്ന് വിളിക്കുന്നു. ഒന്നുകൂടി നോക്കാം. ദക്ഷിണാർദ്ധഗോളത്തിലെ കടൽ പ്രദേശങ്ങളിൽ ശക്തമായി വീശുന്ന പശ്ചിമവാതങ്ങളെ അക്ഷാംശ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന പേരുകൾ നോക്കാം. 40 ഡിഗ്രി തെക്ക് വീശുന്ന കാറ്റുകളെ ഗർജിക്കുന്ന 40-കൾ അഥവാ റോയറിംഗ് 40s എന്ന് വിളിക്കുന്നു. 50 ഡിഗ്രി തെക്ക് വീശുന്ന കാറ്റുകളെ ക്രുദ്ധമായ 50-കൾ അഥവാ ഫ്യൂരിയസ് 50s എന്നും 60 ഡിഗ്രി തെക്ക് വീശുന്ന കാറ്റുകളെ സീൽക്കാരം ചെയ്യുന്ന 60-കൾ അഥവാ സ്ക്രീമിംഗ് അല്ലെങ്കിൽ ഷ്രീക്കിംഗ് 60s എന്നും വിളിക്കുന്നു. 27. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാതങ്ങൾ കൂടുതൽ ശക്തമാകാൻ കാരണമെന്ത്? ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗം കുറവും വിശാലമായ സമുദ്രപ്രദേശം കൂടുതലായതുകൊണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാതങ്ങൾ കൂടുതൽ ശക്തമാകാൻ കാരണം ദക്ഷിണാർദ്ധഗോളത്തിൽ കരഭാഗം കുറവും വിശാലമായ സമുദ്രപ്രദേശം കൂടുതലുമാണ്. 28. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന തണുത്ത കാറ്റുകൾ ഏവ? ധ്രുവീയ പൗരസ്ത്യവാതങ്ങൾ. ഒന്നുകൂടി നോക്കാം. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന തണുത്ത കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ധ്രുവീയ പൗരസ്ത്യവാതങ്ങൾ. 29. ഋതുക്കളുടെ മാറ്റത്തിനനുസരിച്ച് ദിശ മാറി വീശുന്ന കാറ്റുകളെ എന്തു വിളിക്കുന്നു? കാലികവാതങ്ങൾ അഥവാ സീസണൽ വിൻസ്. ഋതുക്കളുടെ മാറ്റത്തിനനുസരിച്ച് ദിശ മാറി വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് കാലികവാതങ്ങൾ അഥവാ സീസണൽ വിൻസ്. 30. മൗസിം എന്ന അറബിക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ച വാക്ക് ഏതാണ്? മൺസൂൺ. മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഋതു എന്നാണ്. മൗസിം എന്ന അറബിക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ച വാക്കാണ് മൺസൂൺ. മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഋതു എന്നാണ്. 31. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാന മൺസൂൺ കാറ്റുകൾ ഏതെല്ലാമാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാന മൺസൂൺ കാറ്റുകൾ ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂൺ. അതറിയപ്പെടുന്ന മറ്റൊരു പേര് തന്നെയാണ് നൈരുത്യ മൺസൂൺ. അതുപോലെ തന്നെ മറ്റൊരു മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രധാന മൺസൂൺ കാറ്റുകളാണ് നൈരുത്യ മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ. മറ്റൊരു മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. 32. കേരളത്തിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്നത് ഏത് മൺസൂണാണ്? നൈരുത്യ മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിൻ്റെ സമയം. കേരളത്തിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നൈരുത്യ മൺസൂൺ. ഇത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. 33. കേരളത്തിൽ തുലാവർഷം അല്ലെങ്കിൽ തിരച്ചിൽ മഴ എന്നറിയപ്പെടുന്നത് ഏത് മൺസൂണാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഇതിൻ്റെ സമയം ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. കേരളത്തിൽ തുലാവർഷം അല്ലെങ്കിൽ തിരച്ചിൽ മഴ എന്നറിയപ്പെടുന്ന മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഇത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. 34. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് ആഗോളവാദത്തിൻ്റെ രൂപമാറ്റമാണ്? തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇത് ഇക്വേറ്റർ കടക്കുമ്പോൾ കോറിയോലിസ് ബലം മൂലം വലത്തോട്ട് തിരിയുന്നു. നൈരുത്യ മൺസൂൺ കാറ്റുകൾ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് ആഗോളവാദത്തിൻ്റെ രൂപമാറ്റമാണ്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇക്വേറ്റർ കടക്കുമ്പോൾ കോറിയോലിസ് ബലം മൂലം വലത്തോട്ട് തിരിയുന്നു. 35. നിശ്ചിത പ്രദേശങ്ങളിൽ മാത്രം ചുരുങ്ങിയ സമയത്തേക്ക് വീശുന്ന കാറ്റുകളെ എന്ത് വിളിക്കുന്നു? പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻസ്. നിശ്ചിത പ്രദേശങ്ങളിൽ മാത്രം ചുരുങ്ങിയ സമയത്തേക്ക് വീശുന്ന കാറ്റുകളെ വിളിക്കുന്ന പേരാണ് പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻസ്. 36. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? കടൽ കാറ്റ് അഥവാ സീ ബ്രീസ്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ്
കടൽക്കാറ്റ് അഥവാ സീ ബ്രീസ്. 37. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ്. 38. പകൽ സമയത്ത് താഴ്വരയിൽ നിന്ന് മലഞ്ചെരുവിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? താഴ്വരക്കാറ്റ് അഥവാ വാലി ബ്രീസ്. പകൽ സമയത്ത് താഴ്വരയിൽ നിന്ന് മലഞ്ചെരുവിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ് അഥവാ വാലി ബ്രീസ്. ഇപ്പോൾ 3 തരം കാറ്റുകളെക്കുറിച്ച് പഠിച്ചു. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് കടൽക്കാറ്റ് അഥവാ സീ ബ്രീസ്. രാത്രി സമയത്ത് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ്. പകൽ സമയത്ത് താഴ്വരയിൽ നിന്ന് മലഞ്ചെരുവിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ് അഥവാ വാലി ബ്രീസ്. 39. രാത്രി സമയത്ത് മലഞ്ചെരുവിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? പർവ്വതക്കാറ്റ് അഥവാ മൗണ്ടൻ ബ്രീസ്. രാത്രി സമയത്ത് മലഞ്ചെരുവിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ് അഥവാ മൗണ്ടൻ ബ്രീസ്. 40. ഉത്തര ഇന്ത്യയിലെ ഉഷ്ണതരംഗത്തിന് കാരണമാകുന്ന വരണ്ട പ്രാദേശിക കാറ്റ് ഏതാണ്? ലൂ. ഉത്തര ഇന്ത്യയിലെ ഉഷ്ണതരംഗത്തിന് കാരണമാകുന്ന വരണ്ട പ്രാദേശിക കാറ്റാണ് ലൂ. 41. റോക്കി പർവ്വതനിരകളുടെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ചൂടുള്ള കാറ്റ് ഏതാണ്? ചിനുക്ക്. റോക്കി പർവ്വതനിരകളുടെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ചൂടുള്ള കാറ്റാണ് ചിനുക്ക്. 42. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക കാറ്റ് ഏതാണ്? ചിനുക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക കാറ്റാണ് ചിനുക്ക്. പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് പഠിച്ചത്. രാത്രി സമയത്ത് മലഞ്ചെരുവിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ് പർവ്വതക്കാറ്റാണ്. അതുപോലെ ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗത്തിന് കാരണമാകുന്ന വരണ്ട പ്രാദേശിക കാറ്റ് ലൂവും റോക്കി പർവ്വതനിരകളുടെ കിഴക്കൻ ചെരുവിലൂടെ താഴേക്ക് വീശുന്ന ചൂടുള്ള കാറ്റ് ചിനുക്കുമാണ്. ഈ ചിനുക്ക് തന്നെയാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക കാറ്റും. 43. ആൽപ്സ് പർവ്വതനിരകളുടെ വടക്കൻ ചെരുവിലൂടെ വീശുന്ന ചൂടുള്ള പ്രാദേശിക കാറ്റ് ഏതാണ്? ഫോൺ. ആൽപ്സ് പർവ്വതനിരകളുടെ വടക്കൻ ചെരുവിലൂടെ വീശുന്ന ചൂടുള്ള പ്രാദേശിക കാറ്റാണ് ഫോൺ. പശ്ചിമാഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വീശുന്ന സുഖകരമായ കാറ്റ് ഏതാണ്? ഹർമാറ്റൻ. പശ്ചിമാഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വീശുന്ന സുഖകരമായ കാറ്റാണ് ഹർമാറ്റൻ. 45. ഡോക്ടർ വിൻഡ് എന്നറിയപ്പെടുന്ന പ്രാദേശിക കാറ്റ് ഏതാണ്? ഹർമാറ്റൻ. ഡോക്ടർ വിൻഡ് എന്നറിയപ്പെടുന്ന പ്രാദേശിക കാറ്റ് ഹർമാറ്റൻ ആണ്. സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് വീശുന്ന ചൂടുള്ള വരണ്ട കാറ്റ് ഏതാണ്? സിറോക്കോ. സഹാറയിൽ നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് വീശുന്ന ചൂടുള്ള വരണ്ട കാറ്റാണ് സിറോക്കോ. 47. ഫ്രാൻസിലെ റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന തണുത്ത പ്രാദേശിക കാറ്റ് ഏതാണ്? മിസ്ട്രൽ. ഫ്രാൻസിലെ റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന തണുത്ത പ്രാദേശിക കാറ്റാണ് മിസ്ട്രൽ. 48. അഡ്രിയാറ്റിക് കടൽ തീരത്ത് വീശുന്ന തണുത്ത കാറ്റ് ഏതാണ്? ബോറ. അഡ്രിയാറ്റിക് കടൽ തീരത്ത് വീശുന്ന തണുത്ത കാറ്റാണ് ബോറ. 49. ധ്രുവപ്രദേശങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയോടൊപ്പം വീശുന്ന തണുത്ത കാറ്റ് ഏതാണ്? ബ്ലിസാർഡ്. ധ്രുവപ്രദേശങ്ങളിൽ ശക്തമായ മഞ്ഞുവീഴ്ചയോടൊപ്പം വീശുന്ന തണുത്ത കാറ്റാണ് ബ്ലിസാർഡ്. 50. കേന്ദ്രഭാഗത്ത് കുറഞ്ഞ മർദ്ദവും ചുറ്റും ഉയർന്ന മർദ്ദവും രൂപപ്പെടുമ്പോൾ കാറ്റുകൾ കേന്ദ്രത്തിലേക്ക് ചുഴറ്റി അടിക്കപ്പെടുന്ന പ്രതിഭാസം ഏതാണ്? ചുഴലിക്കാറ്റ്. കേന്ദ്രഭാഗത്ത് കുറഞ്ഞ മർദ്ദവും ചുറ്റും ഉയർന്ന മർദ്ദവും രൂപപ്പെടുമ്പോൾ കാറ്റുകൾ കേന്ദ്രത്തിലേക്ക് ചുഴറ്റി അടിക്കപ്പെടുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ചുഴലിക്കാറ്റ്. 51. ഉത്തരാർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ ഏത് ദിശയിലാണ് കറങ്ങുന്നത്? അപ്രദക്ഷിണ ദിശയിൽ അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ്. ഒന്നുകൂടി നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ ഏത് ദിശയിലാണ് കറങ്ങുന്നത്? അപ്രദക്ഷിണ ദിശയിൽ അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ. 52.
ദക്ഷിണാർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ ഏത് ദിശയിലാണ് കറങ്ങുന്നത്? പ്രദക്ഷിണ ദിശയിൽ അഥവാ ക്ലോക്ക് വൈസ് ദിശയിൽ. ദക്ഷിണാർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ ഏത് ദിശയിലാണ് കറങ്ങുന്നത്? പ്രദക്ഷിണ ദിശയിൽ അഥവാ ക്ലോക്ക് വൈസ് ദിശയിൽ. നമ്മൾ ഈ പഠിച്ച 2 പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ അപ്രദക്ഷിണ ദിശയിൽ അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ചുഴലിക്കാറ്റുകൾ പ്രദക്ഷിണ ദിശയിൽ അഥവാ ക്ലോക്ക് വൈസ് ദിശയിലുമാണ് കറങ്ങുന്നത്. 53. കേന്ദ്രഭാഗത്ത് ഉയർന്ന മർദ്ദവും ചുറ്റും കുറഞ്ഞ മർദ്ദവും ആയിരിക്കുന്ന കാലാവസ്ഥ പ്രതിഭാസം ഏതാണ്? പ്രതി ചുഴലിക്കാറ്റ് അഥവാ ആൻറ്റി സൈക്ലോൺ. കേന്ദ്രഭാഗത്ത് ഉയർന്ന മർദ്ദവും ചുറ്റും കുറഞ്ഞ മർദ്ദവും ആയിരിക്കുന്ന കാലാവസ്ഥ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പ്രതി ചുഴലിക്കാറ്റ് അഥവാ ആൻറ്റി സൈക്ലോൺ എന്ന്. 54. കരീബിയൻ കടലിലും മെക്സിക്കൻ ഉൾക്കടലിലും ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഹരിക്കെയിൻ. കരീബിയൻ കടലിലും മെക്സിക്കൻ ഉൾക്കടലിലും ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ഹരിക്കെയിൻ. 55. ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ടൈഫൂൺ. ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ടൈഫൂൺ. 56. അമേരിക്കൻ ഐക്യനാടുകളിൽ അഥവാ USA-യിൽ ഉണ്ടാകുന്ന അതിശക്തവും നാശകാരിയുമായ ഫണൽ രൂപത്തിലുള്ള ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ടൊർണോഡോ. അമേരിക്കൻ ഐക്യനാടുകളിൽ ഉണ്ടാകുന്ന അതിശക്തവും നാശകാരിയുമായ ഫണൽ രൂപത്തിലുള്ള ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ടൊർണാഡോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേര് ട്രോപ്പിക്കൽ സൈക്ലോൺ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ പഠിച്ചൊന്നുകൂടി നോക്കാം. കരീബിയൻ കടലിലും മെക്സിക്കൻ ഉൾക്കടലിലും ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേര് ഹരിക്കെയിൻ എന്നും ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് ടൈഫൂൺ എന്നുമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഉണ്ടാകുന്ന അതിശക്തവും നാശകാരിയുമായ ഫണൽ രൂപത്തിലുള്ള ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേര് ടൊർണാഡോ എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പേര് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നുമാണ്. 58. ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രഭാഗത്തെ ശാന്തമായ മേഖല അറിയപ്പെടുന്നത് എങ്ങനെ? ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് ഐ ഓഫ് ദി സൈക്ലോൺ. ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രഭാഗത്ത് ശാന്തമായ മേഖല അറിയപ്പെടുന്ന പേരാണ് ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് അഥവാ ഐ ഓഫ് ദി സൈക്ലോൺ. 59. ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പ്രാദേശിക പേര് എന്താണ്? വില്ലി വില്ലി. ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്ന പ്രാദേശിക പേരാണ് വില്ലി വില്ലി. 60. അന്തരീക്ഷ മർദ്ദ വ്യത്യാസത്തിൻ്റെ നിരക്ക് അഥവാ പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുന്നതിനനുസരിച്ച് കാറ്റിൻ്റെ വേഗതയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നു. അന്തരീക്ഷ മർദ്ദ വ്യത്യാസത്തിൻ്റെ നിരക്ക് അഥവാ പ്രഷർ ഓഫ് ഗ്രേഡിയൻ്റ് കൂടുന്നതിനനുസരിച്ച് കാറ്റിൻ്റെ വേഗതയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നു. ഇതോടെ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട 60 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നും വിടാതെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അടുത്തൊരു അധ്യായത്തിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.